മമ്മി എന്നാൽ എന്താണെന്ന് അറിയുന്നവരാണ് ലോകമെമ്പാടുമുള്ള എല്ലാവരും തന്നെ. മമ്മിയാക്കൽ പ്രക്രിയയെപ്പറ്റിയും അതിന്റെ ചരിത്രത്തെപ്പറ്റിയും ഒക്കെ ഒരുപാട് കേട്ടിട്ടുള്ളവരുമാണ് നമ്മൾ. മമ്മി എന്ന വാക്ക് കേട്ടാൽ ആദ്യം ഓർമ്മ വരിക ഈജിപ്താണ്. മമ്മിയാക്കുന്ന പ്രക്രിയയിലൂടെ മൃതശരീരങ്ങളെ കാലങ്ങളോളം കേടുകൂടാതെ സൂക്ഷിച്ചിരുന്നു പ്രാചീന ഈജിപ്തുകാർ. എന്നാൽ ഈജിപ്തിനും വളരെ കാലം മുൻപേ മമ്മിയാക്കൽ പ്രക്രിയ ചൈനയിലും തെക്ക് കിഴക്കൻ ഏഷ്യയിലും നടന്നിരുന്നെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ഗവേഷകർ. മമ്മിയാക്കൽ പ്രക്രിയയുടെ ലോകത്തെ ഏറ്റവും പഴയ ഉദാഹരണമായിട്ടാണ് ഗവേഷകർ ഇതിനെ ചൂണ്ടിക്കാട്ടുന്നത്. ചൈനയും വിയറ്റ്നാമും ഉൾപ്പെടെ രാജ്യങ്ങളിലെ ചില പ്രാചീന ശവമടക്കൽ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തിയാണ് ഗവേഷകർ ഈ നിഗമനത്തിലേക്ക് എത്തിയത്. എന്നാൽ ഈജിപ്തിലെ പോലെ സങ്കീർണമായ മമ്മിയാക്കൽ പ്രക്രിയ ആയിരുന്നില്ല ചൈനയിലേത്. മൃതശരീരത്തെ പ്രത്യേക പൊസിഷനിലാക്കി തീ ഉപയോഗിച്ച് ചൂട് നൽകിയായിരുന്നു ചൈനീസ് മമ്മികളെ സൃഷ്ടിച്ചിരുന്നത്. മൃതദേഹത്തെ വളരെ കാലം സൂക്ഷിക്കാനുള്ള ഇത്തരം പ്രക്രിയകൾ പെറു, ചിലെ, പാപ്പുവ ന്യൂഗിനി, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലെ ആദിമ സമൂഹങ്ങളും നടത്തിയിരുന്നു. പ്രകൃതിപരമായ സവിശേഷതകൾ കൊണ്ട് മൃതശരീരങ്ങൾ മമ്മിയായ സംഭവങ്ങളുമുണ്ട്. ചൈനയിലെ താരിം മമ്മികളും യൂറോപ്പിലെ ഓട്സിയും ഒക്കെ ഇതിന് മികച്ച ഉദാഹരണങ്ങളാണ്. താരിം മമ്മികൾ ഇന്നും ദുരൂഹമായി നിലകൊണ്ട് ചരിത്ര ഗവേഷകരെ വട്ടം കറക്കുന്നവയാണ്. ഇവയെപ്പറ്റിയുള്ള കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കാൻ ഇന്നും ശാസ്ത്രജ്ഞർക്ക് ആയിട്ടില്ല. ഗോബിയാണ് ചൈനയിലെ ഏറ്റവും പ്രശസ്തമായ മരുഭൂമി. എന്നാൽ അതിന്റെ നല്ലൊരു ഭാഗം അയൽരാജ്യമായ മംഗോളിയയിലാണ്. തെക്ക് കിഴക്കൻ പ്രവിശ്യയായ സിൻജിയാങ്ങിൽ സ്ഥിതി ചെയ്യുന്ന തക്ലമാക്കൻ മരുഭൂമി പൂർണ്ണമായും ചൈനയ്ക്കുള്ളിലാണ്. മധ്യകാലത്തെ സിൽക്ക് റൂട്ട് കടന്നുപോയിരുന്നത് തക്ലമാക്കൻ ചൈനയുടെ പ്രധാനപ്പെട്ട സാമ്പത്തിക സ്രോതസ്സാണ്. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ സ്വെൻ ഹെഡിംഗ്, ആൽബർട്ട് വോൺ ലെ കോക്ക്, സർ ഔറൽസ്റ്റെയിൻ തുടങ്ങിയ പ്രഗത്ഭർ ഇവിടെ പര്യവേഷണങ്ങൾ നടത്തിയിരുന്നു. ഇവരുടെ പര്യവേഷണങ്ങളിലൂടെയാണ് താരിം മമ്മികളെ പറ്റി പുറം ലോകം അറിയുന്നത്. സിൻജിയാങ്ങിലെ ലോപ്നൂർ, സുബേഷി, ടർപ്പാൻ, ലൗലാൻ, കുമുൾ, ഘോട്ടാൻ, നിയ, ചർച്ചൻ തുടങ്ങിയ ഇടങ്ങളിൽ നിന്നാണ് കൂടുതൽ മമ്മികളെയും കിട്ടിയിട്ടുള്ളത്. 6 അടിയോളം പൊക്കവും ചുവന്ന തലമുടിയും യൂറോപ്യൻ ശരീരഘടനയുമുള്ള ചാർച്ചാൻമാൻ, ഹാമി മമ്മി, സുബേഷിയിലെ മന്ത്രവാദിനികൾ, സിയോങ്ഹെയിലെ രാജകുമാരി തുടങ്ങി ഒട്ടേറെ മമ്മികളെ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇവയിൽ ഏറ്റവും പ്രശസ്തം 1980-ൽ കണ്ടെത്തപ്പെട്ട ചെമ്പൻ തലമുടിയും കമ്പിളി വസ്ത്രങ്ങളുമുള്ള ബ്യൂട്ടി ഓഫ് ലൗലാൻ എന്ന മമ്മിയാണ്. തക്ലമാക്കാനിലെ മമ്മികളുടെ ജനിതകം, ഇവരുടെ രൂപം, വേഷവിധാനം തുടങ്ങിയവയിൽ നടത്തിയ പഠനത്തിൽ വളരെ കൗതുകകരമായ ഒരു കാര്യം ഗവേഷകർക്ക് വ്യക്തമായി. ഈ മമ്മികൾക്ക് ഇന്നത്തെ ചൈനീസ് ജനതയുമായി യാതൊരു ബന്ധവുമില്ല. ജനിതകപരമായും സാമൂഹികപരമായും ഇവ മറ്റാരോ ആണ്. കൂടുതൽ പഠനങ്ങളിൽ ഇവർ യൂറോപ്പിൽ നിന്നോ മധ്യേഷ്യയിലെ മലകളിൽ നിന്നോ വന്നവരാണെന്ന സാധ്യതയാണ് തെളിഞ്ഞത്.